ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിന് പേരിട്ടിരിക്കുന്നത് സ്നോ മൗണ്ടെയിൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ അടുത്തായിരുന്നു നമ്മൾ ജോർജിയയിൽ പോയിട്ട് വന്നത്. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സ്നോ ഉള്ള സ്ഥലത്ത് പോയിട്ട് വരണമെന്ന്. അത് സാധിച്ചു. ഈ മാസമായിരുന്നു നമ്മൾ ജോർജിയയിൽ പോയിട്ട് വന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മൈൻഡ് എപ്പോഴും ആ ഒരു സ്നോയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്നോ ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും ഒരു റെസിപ്പി എനിക്ക് തയ്യാറാക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. ഇത് 2 മുട്ടയുടെ വെള്ളയാണ്. ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബീറ്റർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ പതഞ്ഞ് വരുന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് ഉണ്ടാക്കുന്നതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ വേണ്ടുന്നത് മുട്ടയുടെ വെള്ളയും പിന്നെ അതിനാവശ്യമായ പഞ്ചസാര, പിന്നെ വാനില എസൻസ് എന്നിവയൊക്കെയാണ്. ഇപ്പോൾ നമ്മളുടെ മുട്ട നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ, അതായത് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ആയി വരുമ്പോൾ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു പൊടിൻ്റെ ഒരു ചൊയ കഴിക്കുമ്പോൾ തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പതപ്പിച്ചെടുത്തിരുന്ന മുട്ട കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. വലിയ ഷേപ്പിലൊന്നും ആയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓരോ സ്പൂണ് കുറച്ച് നിറയെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിത് തൊടുവും ഇളക്കൊന്നും വേണ്ട. വെള്ളത്തിലേക്ക് മുക്കി വെക്കാനൊന്നും നോക്കണ്ട. തനിയെ ഒന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ അത് നല്ലപോലെ വീർത്ത് നല്ലൊരു വലിയ ബോൾ പോലെ ആയി വരുന്ന കാണാം. അപ്പോൾ നമ്മൾക്കിത് വാങ്ങി വെക്കാം. ഇത് ഒരു സ്വീറ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഒന്നുമില്ലെങ്കിലും മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും വാനില എസൻസും അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടു. ഇത് നിങ്ങളിൽ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഈ മുട്ട ബീറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ അതിനൊന്നും പിന്നെ തൊടരുത്. തൊട്ട് വെള്ളത്തിലേക്ക് അമർത്തി വെക്കാനൊന്നും പാടില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഇത് നല്ലോണം വീർത്ത് വരും. പക്ഷേങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരുന്ന സമയം തന്നെ അതാകെ വീർത്തതൊക്കെ താണു പോകും. അപ്പോൾ ഇതുപോലെ പഞ്ഞി പോലെ നിൽക്കണമെങ്കിൽ വെള്ളത്തിലിട്ടതിന് ശേഷം തൊടാതിരിക്കുക. അങ്ങനെ നമ്മുടെ സ്നോ മൗണ്ടെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂറോളം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു ഐസ് പുകട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, കട്ടയാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പഞ്ഞി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷം എടുത്ത് കഴിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ റെസിപ്പീസുമായി വരാം. താങ്ക്